മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അതിലൊന്ന് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയാണ്. അവർ KPCCക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും നൽകിയ ഒരു പരാതിയുടെ പകർപ്പ് ഞാനതൊന്ന് ചില വാചകങ്ങൾ വായിക്കാം. ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർ സമക്ഷം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് നൽകുന്ന പരാതി. വിഷയം: വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ വെക്കുന്നതിന്റെ ഭാഗമായി ഫണ്ട് കളക്ഷന് വേണ്ടി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ച് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഫണ്ട് കളക്ഷന്റെ ഭാഗമായി കാട്ടാക്കടയിലും വിവിധ തലങ്ങളിൽ ഫണ്ട് കളക്ഷനും ബിരിയാണി ചലഞ്ചും നടത്തുകയുണ്ടായി. ബിരിയാണി ചലഞ്ച് നടത്തുന്നതിനായി ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ അരി ഉൾപ്പെടെ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുകയും ചെയ്തു. ഏകദേശം 12,000-ലധികം ബിരിയാണി ഒന്നിന് 120 രൂപ വെച്ച് കാട്ടാക്കട അസംബ്ലിയിലെ 6 മണ്ഡലങ്ങളിലായി വിൽക്കുകയും മണ്ഡലം പ്രസിഡന്റുമാരും മറ്റു ഭാരവാഹികളും ആയതിന്റെ തുക നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ കൈപ്പറ്റിയ തുക സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയതായി കാണുന്നില്ല. ബിരിയാണി ചലഞ്ച് നടത്തിയതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നതിനായി കമ്മിറ്റി വിളിക്കാൻ ഞങ്ങളിൽ പല ഭാരവാഹികളും ആവശ്യപ്പെട്ടെങ്കിലും ആയതിനു ശേഷം ഇതിനായി ഒരു കമ്മിറ്റി പോലും വിളിച്ചിട്ടുമില്ല. ആ പരാതി വീണ്ടും തുടരുന്നുണ്ട്. പ്രസക്ത ഭാഗങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ 120 രൂപ നിരക്കിൽ 1200-ലധികം ബിരിയാണി എത്ര രൂപ പിരിഞ്ഞു കിട്ടി കാണും ശ്രീ റജി? ആ പിരിഞ്ഞു കിട്ടിയ തുക സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല. അത് മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ മുക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടെ വിയർപ്പൊഴുക്കി പണിയെടുത്ത മനുഷ്യർ, ആ ഫണ്ട് പിരിവിന് വേണ്ടി പണിയെടുത്ത മനുഷ്യർ പറയുകയാണ്. ഇതിൽ കൂടുതൽ ആരാണ് ഇനി യൂത്ത് കോൺഗ്രസ് ഫണ്ട് മുക്കിയെന്ന് പറയേണ്ടത്? ഞാനൊരു